വെളുത്തു മുരളിയേട്ടാ? എന്തൊരു പെണ്ണ ഇത്! ഉറക്ക ഗുളിക കൊടുത്തിട്ട് പോലും അവൾ ഉറങ്ങിയില്ലെന്ന് വെച്ച. കുഞ്ഞേ, പൗർണമി ഇന്നലെ രാത്രി തന്നെ മുരളി സാറിനെ കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാള് ചുമ്മാ ഇരിയടാ. എന്നിട്ട് നീ ഉറങ്ങാതിരുന്നോടി? ഇന്ത്യയിലുള്ള പകുതി പാമ്പും വിഷമില്ലാത്തവയാണ്. പാമ്പ് കടിച്ചു എന്നുള്ള ഭയം കൊണ്ട് മാത്ര പകുതി ആളുകളും മരിക്കുന്നത്. ഭാഗ്യവശാൽ രോഗിയെ പേടിപ്പിക്കാതെ ചെയ്ത കാര്യം നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു. അതുപോലെ ഉറങ്ങാതിരുന്നതുകൊണ്ട് ശരീരം വിഷത്തെ ചെറുത്ത് നിൽക്കുന്നതിന് സഹായമായി. കുട്ടിമാളു, എനിക്കെന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാൻ തന്നായിരുന്നെങ്കിൽ ഞാൻ ഉറങ്ങാതെ നോക്കിയിരുന്നേനെ. എന്നിട്ട് ആ കവിതയുടെ ഒപ്പം പോയി ഇരിക്കാനായിരുന്നു. എന്തായാലും കൊള്ളാം, ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതിനു ശേഷം ഒന്ന് സമാധാനായത്. എന്നാ പിടിച്ചോ. ഇനി ഇതിനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ടല്ലോ. അതെടുത്ത് മാറ്റി വെക്ക്. അച്ഛാ, എന്താ മോളെ, ഞാൻ ഇന്നലെ അത്രയൊക്കെ പറഞ്ഞിട്ട് നീ കാര്യമാക്കിയില്ലല്ലോ. ആ പൗർണമി കിട്ടിയ അവസരം ശരിക്കും മുതലാക്കിയില്ലേ? വീട്ടിലുള്ളവര് മുഴുവൻ ഇപ്പൊ അവളുടെ ഭാഗത്താ. അതൊക്കെ പോട്ടെ, രാവിലെ അമ്പലത്തിലേക്ക് വരാതെ നീ വേറെ എവിടെയോ പോയി. അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് നീ എങ്ങോട്ടാ പോയേ? ശരി, പോയി കുളിച്ചിട്ട് പൂജാമുറിയിലേക്ക് വാ. എന്തു പറ്റിയ എന്താ കാര്യം? പറയാം മോളെ, നീ റെഡിയായിട്ട് വാ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇതെന്താ അച്ഛാ? എന്താ ചോദ്യം? നീ ഇതെവിടെ പോയതാ? അമ്പലത്തിൽ പോയത് മുരളിയേട്ടാ. മുരളിയേട്ടന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി നടത്തി. അഞ്ച്. ആ, കൊള്ളാം കൊള്ളാം. ഇതിങ്ങോട്ട് കൊണ്ടു. ഇത് ചേരുന്നില്ല. കാശിന് വല്ല തൊഴിലും പെറുകിക്കൊണ്ട് വന്നിരിക്കുക. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയേ. ഇങ്ങോട്ട് കാണിച്ചേ. കുട്ടാ, ഇതെങ്ങനെയുണ്ട്? അതുപോലെ അതുപോലെ. എന്താ ഇത്? ഇത് പട്ടുസാരിയല്ല, ഫാൻസി സാരിയാ. അയ്യോ, പട്ടുസാരി എന്ന് പറഞ്ഞ് എടുത്തു. ശരി സർ. സമാധാനമായല്ലോ. അയ്യോ, എന്തു പറ്റി? ഒന്നും പറ്റില്ലല്ലോ. ഇല്ല സർ. ഓക്കെ, എന്താ പേര്? കവിത എന്നാ. നിന്റെ പേര് കവിത എന്നാണോ? സൂക്ഷിച്ചു പോണേ. ശരി സർ. കവിത എന്നുള്ള പേര് കേൾക്കുമ്പോ എനിക്കെന്താ സാരി സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ആ പെണ്ണിനെ സെറ്റ് ചെയ്യാൻ പോകുന്നോ? നിങ്ങൾ വീട്ടിലോട്ട് വാ. നിങ്ങൾ സാരി മാത്രം നോക്കിയാ മതി. ഇത് നിനക്ക് നല്ല ചേർച്ചോണ്ടല്ലോ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല.
അമ്മേ നല്ല രസമുണ്ടല്ലേ ഈ പിങ്ക് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ എടുത്തോട്ടെ. കൊന്ന് അവൾക്ക് 2, അവളുടെ ഫ്രണ്ടിനും 1. അമ്മായി എങ്ങനെ സെയിം കളർ ശരി, വേറെ ഈ കളർ colour എടുക്കുക നിനക്ക് നന്നായിട്ട് ചേരും. ഇതൊന്ന് നോക്കി അതെ എന്ത് ഇത് ഭംഗിയാ. സൂപ്പർ ആയിട്ടുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. വാ. വരിക വരിക നമസ്കാരം. വരിക അങ്ങോട്ട് ഇരിക്കുക. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം യോഗിനി 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 യോഗേശ്വരി യോഗഭയങ്കരി സ്ഥാവര ജംഗമസ്യ മുഖം മമ ഹൃദയം മമ വശേ ആകർഷണേ ആകർഷണേ ആകർഷണേ. ഓം യോഗിനി 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 യോഗേശ്വരി യോഗഭയങ്കരി സ്ഥാവര ജംഗമ. കോടാനുകോടി അമ്പലങ്ങളുണ്ടെങ്കിലും ഈ ലോകം മൊത്തം തെരഞ്ഞു നോക്കിയാലും നമ്മുടെ ഈ അമ്പലത്തിന് പകരം വെക്കാൻ വേറൊന്നില്ല. അത് ശരിയല്ല. ഇവിടത്തെ വിഗ്രഹത്തിന്റെ ഭംഗി, അമ്പലത്തിന്റെ ശുദ്ധി, ഇവിടെയുള്ള കൽവെട്ടുകള്, ഇതൊക്കെ അമ്പലത്തിന്റെ പ്രത്യേകത. അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കാർത്തിക. നമ്മുടെ അമ്പലത്തിൽ കിട്ടുന്ന പാൽപായസത്തിന് എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയോ? ഞാൻ ആ കാര്യ പറഞ്ഞേ. ഞാനേ നേരത്തെ പോയി കഴിച്ചു. അവിടെ അന്നദാനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയത്. വണ്ടിയെ ചെന്നിട്ട് അവിടെ നിന്നും കുറെ അകത്താക്കിയല്ലേ, എന്നിട്ട് അമ്പലത്തെ കുറിച്ച് ലെക്ചർ അടിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ എന്റെ ചേച്ചി നിങ്ങളെ സഹിക്കുന്നതിന് സമ്മതിക്കണം. ഇതായിപ്പോ നന്നായേ. വിശന്നപ്പോ ഇത്തിരി ഭക്ഷണം കഴിച്ചാണോ കുറ്റം? ഓം സിന്ദൂരാരുണ വിഗ്രഹാം നൃനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീമാഭീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ്ണ രക്തചഷകം രക്തോത്ബലം വിപ്രതിം സൗമ്യാം രക്തകടസ്ഥ രക്തചരണാം ധ്യായേം പരാമംബികാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുബലസാരഭക്ഷണം മാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. എന്തിനാളിയാ ഞങ്ങളോട് 3 പേരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അതെ, അവിടെ നാട്ടുകാരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. നിങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അവരൊക്കെ സംശയിക്കും. ആരെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞ റിസ്ക് ആണ്. എന്നെ അറിയാത്ത ഭാവം നടിച്ചാൽ മതി, അതാ നല്ലത്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ അടുത്തേക്ക് വരരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, വേണമെങ്കിൽ അറിയിക്കാം. മാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വിഘ്നേശ്വരായ മഹാഗണപതി. ഓം സംസരശുദ്ധേ നമഃ. ഓം മംഗല്യപൂജായ നമഃ. ഓം വാഗ്ദേവതായ നമഃ. ഓം സർവൈശ്വര്യപ്രദായിനേ നമഃ. അമ്മായി വന്നല്ലോ. ഞാൻ വിചാരിച്ചു അമ്മായി ഇങ്ങോട്ട് വരില്ല എന്ന്. ഞാൻ മണിക്കുട്ടിയുടെ അമ്മയായിട്ടല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിന്റെ അപ്പച്ചിയുടെ സ്ഥാനത്താ വന്നത്. ആത്മാർത്ഥമായിട്ട് നിന്നെ അനുഗ്രഹിക്കാനും നീ നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാനും നിന്റെ ആൾക്കാരാരെങ്കിലും ഒക്കെ വേണ്ടേ മോനെ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. എന്താ ശാരദ ഇത്? ഒരു നല്ല കാര്യത്തിനല്ലേ നമ്മൾ വന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? മോനെ മുരളി, മണിക്കുട്ടി അവിടെ പോയി? മണിക്കുട്ടി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ കൂടെ തന്നെ കാറിൽ വന്നത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, ഞാൻ നോക്കിക്കോളാം. വാമേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം സർവമംഗളമംഗല്യേ ഇവിടുത്തെ എവിടെ പോയി? ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം യോഗിനി 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 യോഗേശ്വരി യോഗഭയങ്കരി സ്ഥാവര ജംഗമസ്യ മുഖം മമ ഹൃദയം മമ വശേ ആകർഷണേ ആകർഷണേ ആകർഷണേ. ഓം യോഗിനി 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 യോഗേശ്വരി യോഗഭയങ്കരി സ്ഥാവര ജംഗമസ്യ മുഖം മമ ഹൃദയം മമ വശേ ആകർഷണേ ആകർഷണേ ആകർഷണേ. ഈ നിമിഷം എന്റെ മുമ്പില് ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? താലി കെട്ടണം, അത്രയല്ലേ ഉള്ളൂ. ആരെ വേണേ കെട്ടിക്കോളാം. ഷോ, ഇവനെല്ലാം കൊളാക്കിയല്ലോ. അവളെ എതിർത്ത് ഒരക്ഷരം പറയാനുള്ള ത്രാണിയില്ലാത്ത നിന്റെ ഏട്ടനോട് നീ ക്ഷമിക്ക് ശാരദ. എടാ നീ എന്താ ചെയ്തേ? നിന്റെ സ്വഭാവം ഞാൻ അരച്ച് കലക്കി കുടിച്ചതല്ലേ, അതുകൊണ്ട് നിന്റെ കല്യാണം നിർത്താനുള്ള വിത്ത് ഞാൻ പാകി കഴിഞ്ഞു. അത് ഞാൻ നിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുമുണ്ട്.